ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് ആ ഷീൽഡ്. അതിപ്പോൾ കീറി ഫുള്ള് നാശമായിട്ടുണ്ട്. അതിൽ വെള്ളം പറഞ്ഞിട്ട് പിന്നെ തുടച്ചതാണ്. അപ്പോൾ ഫുള്ള് കീറിപ്പോയി. അപ്പോൾ അതിനൊരു ഇവിടെയാണുള്ളത് എത്തേണ്ടത്. നമ്മൾ അതൊന്ന് പേപ്പർ ഇട്ടൊക്കെ അടിച്ച് പിന്നെ പെയിൻറ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയാണ് പോകുന്നത്. നേരെ വീട്ടിലേക്ക് ഇടണമല്ലോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഷീൽഡിൻ്റെ അവസ്ഥ. ഇപ്പോൾ നനഞ്ഞു പോയി, മഴയത്ത് നനഞ്ഞു പോയിട്ട് പിന്നെ തുടച്ചതാണ്. അപ്പോൾ പിന്നെ എല്ലാ കളറിൽ ഇവിടെ കളറെല്ലാം പിറങ്ങി പിന്നെ പേപ്പറെല്ലാം കീറി. പിന്നെ ഞാൻ ഇങ്ങനത്തെ പേജൊക്കെ അവിടെ നോക്കുമ്പോൾ ഞാൻ അങ്ങ് വലിച്ചു കയറി കളഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയ ഷീൽഡ് ഇതിനെ തന്നെ പുതിയാക്കി മാറ്റണം. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ചില പൊന്തി നിൽക്കുന്ന പീസസൊക്കെ നമുക്ക് കീറി കളയണം. ഞാൻ നേരത്തെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇങ്ങനെ ഓരോന്ന് കീറിയിട്ടെല്ലാം കണ്ടത്. എൻ്റെ ബാക്കിയും കൂടി ഇപ്പോൾ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ വേറെ പേപ്പർ ഒട്ടിക്കുന്നതായിരുന്നു. ഞാനിപ്പോൾ കീറിയാണ്. ഇങ്ങനത്തെ പൊന്തി നിൽക്കുന്ന ചില പീസസൊക്കെ പറ്റി നിൽക്കുന്നൊന്നും കീറണമെന്നില്ല. എൻ്റെ മേലെ നമുക്ക് ഒട്ടിക്കാലോ. പൊന്തി നിൽക്കുന്നത് നോക്കി ഇങ്ങനെ ക്ലിയർ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ പൊന്തിക്കുന്ന അത്യാവശ്യം പീസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് പുതിയ പേപ്പർ ഒട്ടിക്കണം. അത് നമ്മൾ A4 ഷീറ്റിനാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഒരു പുതിയ ഡിസൈൻ ആക്കിയിട്ട് പുറത്തും കൂടെ ഈ സൈഡിൽ ഞാൻ ആക്കിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഇതൊരു ഫിനിഷിങ് കിട്ടാണ്ട് സൈഡൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ ചുരുണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇവിടെയും കൂടി ആക്കാൻ പോകുന്നുണ്ട്, ബാക്കിലല്ല ഈ സൈഡ് ഭാഗത്ത്. അപ്പോൾ നമുക്ക് A4 ഷീറ്റ് എടുക്കാം. ഞാനിപ്പോൾ 2 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 A4 ഷീറ്റ് കൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇതിൻ്റെ മേലൊന്ന് ഈ A4 ഷീറ്റ് പശയും തേച്ചിട്ട് ഇങ്ങനെ 2 വെച്ച് ഈ ഭാഗം ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഫാബർ കാസ്റ്റലിൻ്റെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ സാധനത്തിന് ഈ ഒരു ടാബ്ലറ്റിൻ്റെ മേലാണ് ഞാനധികം പശയാക്കുന്നത്. എന്നിട്ട് തൊട്ടിക്കാൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ A4 മേലാക്കിയാൽ പിന്നെ അതിൻ്റെ ഈ തൊള്ളയുള്ള ഭാഗത്തൊക്കെ വരുമ്പോൾ പശ അടുത്ത പറ്റി ബുദ്ധിമുട്ടാവില്ല. അതാണ് ഞാനിവിടെ ആദ്യമാക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പശ തേച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ A4 വെച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കിയതേ ഉള്ളൂ. അത്ര സ്പ്രെഡാക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് ഒട്ടാൻ പ്രയാസമായിരിക്കും. പിന്നെ ചില ഭാഗങ്ങളൊക്കെ പശയാക്കാൻ മറന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ആക്കിയെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് വെച്ചാക്കിയിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. വേറെ വലുതായിട്ടും സ്പ്രെഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് A4 ഷീറ്റ് വെക്കാം. ഞാനിവിടെ A4 ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഭാഗം 2 A4 2 പാർട്ടായിട്ടാണ് കവർ ചെയ്യുന്നത്. ഈ ഭാഗം കവർ ചെയ്യാൻ ഞാൻ A4 വെച്ചിട്ടുണ്ട്. ശരി, കുറച്ച് മുന്നോട്ട് വെച്ചാൽ അവിടെ കവർ ചെയ്യാമായിരുന്നു. നമുക്ക് വേറെ ഏതെങ്കിലും പീസ് ഓഫ് പേപ്പറിൽ കൊണ്ട് കവർ ചെയ്യാം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം ഓരോ ഭാഗത്തും. നമുക്ക് അടുത്ത A4 എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ അടുത്ത A4 എടുത്തിട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്യണം. അതിന് മുൻപ് ഈ ഭാഗത്തും കൂടി ആ A4ൻ്റെ ഒരു ഭാഗം വരും. അതിനുവേണ്ടി ഇവിടെയും കൂടെ പശ കൊടുക്കാം. നമ്മൾ പശ സ്പ്രെഡ് ചെയ്തെത്തിക്കേണ്ടത് ഇത് അത്യാവശ്യം സ്പ്രെഡ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് പേപ്പറിൻ്റെ അറ്റം ആ പശ എന്ന ഭാഗത്ത് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കയ്യിലുള്ള ബാക്കിയുള്ള പശ ഇങ്ങനെ ബലത്തിൽ നിൽക്കേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പശ എടുത്തിട്ട് ഇവിടെയൊക്കെ നോക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം അമർത്തിയിട്ട് ഇത് സെറ്റായിട്ടുണ്ടാകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ സൈഡിൽ വെച്ചതും കുറച്ചും കൂടെ ഒന്ന് അമർത്തി വെക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഈ ഭാഗം കൊണ്ട് ജസ്റ്റ് ഒന്ന് കുറയണം. അത് ഇവിടെ നിന്ന് പേപ്പർ കട്ടായിട്ട് അവിടെ വെക്കാം. അതവിടെ സെറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ജസ്റ്റ് എന്തെങ്കിലും കൂടെ നടക്കാം. അത്ര നേരമൊന്നും വെക്കണമെന്നില്ല.
കാരണം അത് നമ്മൾ അതിൻ്റെ പെയിൻ്റ് അടിക്കുന്നല്ലോ, എന്നാൽ പിന്നെയും ഉണങ്ങാൻ വെക്കേണ്ടതല്ല. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പം ഒരു മുട്ടായി നിന്നിട്ടെങ്കിൽ പോവാം. കുറച്ചേരം വെച്ചിട്ടുള്ളൂ, സെക്കൻഡ് വെച്ചിട്ടുള്ളൂ. കാലും ഇപ്പം എടുത്ത് വെക്കാം. അപ്പം നമ്മൾ ഈ ബാഗൊക്കെ എടുത്ത് വെക്കാം. ഓക്കെ, ഇനി പിടിയോടെ പോയി ഇതും കൂടി എടുത്ത് മാറ്റിയിട്ട് കുറച്ച് നേരമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഉണങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പ്രസ്സായി നിൽക്കാൻ വേണ്ടിയാണ്. ഏതായാലും ചില ഭാഗങ്ങളിലൊന്നും പശ എത്തിയിട്ടില്ല. അതൊക്കെ നമുക്ക് അത്ര കാര്യമാക്കണ്ട. പക്ഷെ അതൊക്കെ മാസ്കിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ ചുറ്റും വെട്ടിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. ഞാൻ തലേശേഷം നോക്കിയിട്ടുണ്ട് എത്രത്തോളം റെഡിയായിട്ടുണ്ടെന്ന്. നേരത്തെ പേപ്പറിൻ്റെ ഓരോ കീറിൻ്റെ ഓരോ മാർക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ പേപ്പറിൻ്റെ കളറാണ് ഇതൊക്കെ. ഓക്കെ, ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് മുറിക്കേണ്ടത്. ജസ്റ്റ് മറിക്കാമില്ലെങ്കിൽ നേരിൽ വെച്ചിട്ട് അങ്ങ് മുറിക്കാം. ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അരിക്കൊന്നും അത്ര പെർഫെക്ഷനിൽ വെട്ടിയിട്ടില്ല, കാരണം നമ്മളിത് ഇതൊന്നും വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ സൈഡ് ഭാഗത്ത് നമ്മൾ വെക്കാൻ പോകുന്നില്ലേ, സൈഡ് ഭാഗത്ത്. അപ്പം നമ്മളിവിടെ മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ അത്ര പെർഫെക്ഷനൊന്നും വെട്ടാത്തത്. സൈഡിൽ ഞാൻ ഒരു സാറിന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മാസ്കിംഗ് ടേപ്പിൻ്റെ മേലെ പെയിൻ്റ് ആവുമെന്ന്. അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളം കൂട്ടിയിട്ടില്ലേ. അപ്പോൾ വെള്ളം കൂട്ടാൻ നിൽക്കുമ്പോൾ കുറച്ച് പിടിക്കേണ്ടതെന്ന് തോന്നുന്നത്. അപ്പോൾ ഉണക്കാൻ വെച്ചെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിക്കാളുള്ളൂ. അതെൻ്റെ കിറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, റെഡ് കളറ്. അത് വെള്ളം കൂട്ടാതെ ആക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിലാക്കുമ്പോൾ നമുക്ക് ഏതായാലും വെള്ളം വേണം. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഞാനൊരു ചെറിയൊരു പാത്രത്തിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് വരക്കുമ്പോൾ ഞാനൊരു വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഏകദേശം പെൻസിൽ കൊണ്ടൊരു ബോർഡർ ഇടാം. ഓക്കെ, ഇനി ഞാൻ വരച്ചപ്പോൾ അത് കറക്റ്റ് ആവുന്നില്ല. അപ്പം ഞാൻ കള്ളെടുത്തോളം തന്നെ പുറത്തുനിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നാൽ കളർ എടുക്കാം. ആദ്യം പുറത്ത് ഞാൻ റെഡ് കളറാണ് എടുക്കുന്നത്. അത് കൊടുത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ ഔട്ടർ ലെയർ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചും കൂടെ മനോഹരമാക്കാൻ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വേണ്ട കഴിഞ്ഞ വർഷം കുറച്ച് ഇതൊരു കുളമായി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ടിക്ക് കൂടുതലും അവിടെ കുറവെല്ലായിട്ട് അങ്ങനെ ഇതായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഞാൻ ഇതിൻ്റെ ചുറ്റും ഒരു കറുപ്പ് ബോർഡർ കൊടുക്കും. എന്നിട്ട് വൈറ്റിൻ്റെ ഒരു സ്പേസ് കിട്ടിയതിന് ശേഷം പിന്നെ റെഡ് കൊടുക്കും. ഇപ്പോൾ കാശ് ഞാൻ ചെയ്ത് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കട്ടിങ് കൂടി ചെയ്തിട്ട് ഒരു വൈറ്റ് പോർഷൻ കൂടി ഇട്ടിട്ട് ഉള്ളിൽ ബ്ലൂവും പിന്നെ ഒരു വൈറ്റ് സ്റ്റാറും വേണം. ഇപ്പോൾ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസ് കിട്ടിയിട്ട് നമുക്കൊരു ബ്ലൂ വട്ടം വെച്ചിട്ടുള്ളൊരു ബ്ലൂ വട്ടം വെച്ചിട്ടുള്ളൊരു വെള്ള സ്റ്റാർ വേണം. ഇപ്പോൾ ഗൈസ് ഞാനിവിടെ ബ്ലൂവിൻ്റെ അരച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ബ്ലാക്ക് ബോർഡർ വേണം. പിന്നെ ഈ സ്റ്റാറിന് ചുറ്റും വേണം. പിന്നെ ഈ സ്റ്റാറിൻ്റെ ഒരു പോയിൻ്റ് ഇങ്ങോട്ടേക്ക് ഒരു വരയുണ്ട്, അതൊക്കെ ഞാൻ വരക്കാം. ഇപ്പോൾ ഗൈസ് ഞാൻ ചെയ്ത് ഏകദേശം കളർ എടുക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് ഒരു ഗ്രേ കളർ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു പണി പാളിയിട്ടുണ്ട്. അത് അവിടെയും പിന്നെ അതേപോലെ ഇവിടെയും ഇത് ചെറുതായിട്ട് തുളഞ്ഞു പോയി. അപ്പോൾ ഇവിടെ ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. രണ്ട് ഭാഗത്തും തുളഞ്ഞു പോയതാണ്. വേണമെങ്കിൽ നമുക്കൊരു ഇതാക്കി വെക്കാം. എന്തായാലും ഞാൻ നോക്കട്ടെ, അതെന്നാൽ ചെയ്യാം. ഇനി നമുക്ക് എൻ്റെ ചുറ്റും മാസ്കിംഗ് ടാപ്പ് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ മാസ്കിംഗ് ടാപ്പ് ഇപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. സൈഡിൽ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഇങ്ങോട്ടേക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അറ്റം ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ടുണ്ട് മാസ്കിംഗ് ടാപ്പിൻ്റെ. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഈ റെഡ് കളർ അടിച്ചെടുക്കാം. ഹലോ, അപ്പോൾ ഗൈസ് ഞാനിവിടെ എല്ലാം പെയിൻ്റ് ആയിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷീൽഡ്. അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു രസകരമായ വീഡിയോ വരുന്നവരെ ബൈ.